വയനാടുമായി ബന്ധപ്പെട്ട് മൊത്തത്തിൽ പ്രതിരോധത്തിലായ യൂത്തന്മാരും ലീഗുകാരന്മാരെല്ലാം കൂടി ചേർന്ന് ഒന്ന് സ്കോർ ചെയ്യാമെന്ന് കരുതിയാണ് ഡിവൈഎഫ്ഐയോട് ഒരു വെല്ലുവിളി നടത്തിയത്. ധൈര്യമുണ്ടെങ്കിൽ വയനാടുമായി ബന്ധപ്പെട്ട് പിരിച്ച 20 കോടി രൂപയുടെ കണക്ക് പുറത്തേക്ക് വിടൂ എന്നുള്ളത്. നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, ആളറിഞ്ഞ് കളിക്കട, അല്ലെങ്കിൽ തനിക്ക് പോന്നവനോട് മാത്രമേ പോയി വെല്ലുവിളി നടത്താവൂ. വെല്ലുവിളിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. ഇപ്പോൾ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള VK സനോജ് ഔദ്യോഗികമായി തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അതിൻ്റെ കണക്കുകൾ മൊത്തം, അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ പിരിച്ച് കൈമാറിയ 20 കോടി രൂപ അതെങ്ങനെ കൈമാറി എന്നുള്ള രീതി അതെല്ലാം കൃത്യമായിട്ട് വിശദീകരിച്ചുകൊണ്ട് അതിൻ്റെ റെസിപ്റ്റ് ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ അങ്ങ് പങ്കുവച്ചിരിക്കുകയാണ്. അപ്പോൾ വെല്ലുവിളിച്ച സ്ഥിതിക്ക് ഡിവൈഎഫ്ഐ കണക്ക് നിരത്തി മുന്നിൽ വെച്ചിട്ടുണ്ട്. ഇനി ആ ചെക്ക് നേരെ യൂത്ത് കോൺഗ്രസ് ഒന്ന് ഏറ്റെടുക്കും. ആപ്പ് വഴി പിരിച്ച പണത്തിൻ്റെ കണക്ക് എത്രയെന്ന് ജനത്തിൻ്റെ മുന്നിലേക്ക് വയ്ക്കും. ഇതുപോലെ 100 വീടുകളുടെ സ്പോൺസർഷിപ്പാണ് സർക്കാരിൻ്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ട്, അതായത് ആദ്യഘട്ടത്തിൽ CMDRFിലേക്ക് സംഭാവന ചെയ്യാനായിരുന്നു നിർദ്ദേശം നൽകിയിരുന്നത്. പിന്നീട് അത് സ്പോൺസർഷിപ്പ് ആക്കി മാറ്റി. അതായത് ടൗൺഷിപ്പ് നിർമ്മിക്കാൻ തീരുമാനിച്ചതിന് ശേഷം അത് സ്പോൺസർഷിപ്പ് ആവുകയായിരുന്നു. അങ്ങനെയാണ് 100 വീടുകളുടെ പണം 20 കോടി രൂപ. അത് വെറുതെ അല്ല, പാവപ്പെട്ട ചെറുപ്പക്കാർ പോയി ചായക്കട നടത്തി, തട്ടുകട നടത്തി, മീൻ വിറ്റു, പത്രങ്ങൾ അല്ലെങ്കിൽ ആക്രി പറക്കി വിറ്റു, സ്വന്തമായി തൊഴിൽ ചെയ്തു, അങ്ങനെ പല തോതിൽ കളക്ട് ചെയ്ത 20 കോടി രൂപയുടെ കണക്ക് അവർ എങ്ങനെയാണ് കൈമാറിയിരിക്കുന്നത്, അതിൻ്റെ റെസിപ്റ്റ് അടക്കം പുറത്തേക്ക് വിടുമ്പോൾ ഇനി യൂത്ത് കോൺഗ്രസ് പിരിച്ചെടുത്ത ആ ആപ്പ് ഉണ്ടല്ലോ, ആപ്പിലെ തെളിവുകൾ ഇങ്ങ് പുറത്തേക്ക് വിട്ടെ, നാട്ടുകാർ കാണട്ടെ. വെല്ലുവിളിച്ച അതേ രീതിയിൽ നാട്ടുകാരുടെ മുന്നിൽ ഹീറോയിസം കാട്ടണ്ടേ. വെല്ലുവിളിച്ച് നാക്കെടുത്ത് അകത്തിടുന്നതിന് മുന്നോടിയായിട്ട് ഡിവൈഎഫ്ഐ കണക്ക് നിരത്തിയിട്ടുണ്ടെങ്കിൽ വെല്ലുവിളിച്ചവർ കൂടി ആ രീതിയിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കണക്കുകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കും. ഇതുവരെ കോൺഗ്രസ് പിരിച്ചതും യൂത്ത് കോൺഗ്രസ് പിരിച്ചതും രാഹുൽ ഗാന്ധി കൊടുത്തു എന്നൊക്കെ പറയുന്ന പണം എത്രയുണ്ട് എന്ന് ആരുടെ മുന്നിലും കൃത്യമായിട്ടുള്ള കണക്കില്ല. അങ്ങനെയുള്ളവർ വയനാടുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ ഒക്കെ ചെയ്ത പ്രവർത്തനങ്ങൾ അത് ശ്ലാഘനീയമായി മാറുമ്പോൾ ഒരു തിരുട്ട് പരിപാടി അങ്ങ് എടുക്കാം. കാര്യം കണക്ക് ചോദിക്കുമ്പോൾ ഇവരങ്ങ് പേടിച്ചു അല്ലെങ്കിൽ പ്രതിരോധത്തിലായിപ്പോവും. നമ്മളെപ്പോലെയാണ് ഇവരെന്ന് കരുതി 1 രൂപയ്ക്ക് വരെ കണക്കുണ്ടാകുമെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അത് ഇടതുപക്ഷ സംഘടനകളിൽ ആര് പിരിച്ചെടുത്താലും ഏത് പണം ആരെങ്കിലും അങ്ങനെ കൈയിട്ടെടുക്കാൻ ശ്രമിച്ചാൽ അവർ പിന്നെ സംഘടനയിൽ ഉണ്ടാവില്ല.